السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മനുഷ്യർ തെറ്റ് ചെയ്യും എന്നത് സുനിശ്ചിതമാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടെ വൃത്തികേടാകുന്നത് നമ്മുടെ ഖൽബാണ്. ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞതാണ്. നമ്മളത് വിശ്വസിച്ചു പോരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, ഒരു തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത പുള്ളി മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. ആ തെറ്റിൽ നിന്ന് അവൻ പിൻവാങ്ങുകയും പരിപൂർണമായി തൗബ ചെയ്യുകയും ചെയ്താൽ അവന്റെ ഖൽബിലെ ആ കറ അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. തെറ്റിൽ നിന്നും പിന്മാറുന്നതും തൗബ ചെയ്യുന്നതും വേഗത്തിൽ വേണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വൈകിയാൽ അവന്റെ ഹൃദയത്തെ ആ കറുപ്പ് അതിജയിക്കും എന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ സാദ വഇൻ സാദ സാദത് ഹത്താ യഅ്ലു ഖൽബഹു ദാക റൻ الذي ذكر الله تعالى عز وجل في القرآن كلا بل ران على قلوبهم ما كانوا يكسبون. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൃദയത്തെ കീഴടക്കുന്ന കറുത്ത പുള്ളിയാണ് മനുഷ്യർ ചെയ്യുന്ന ഓരോ പാപങ്ങളും. അതിനെ സമയസന്ദർഭത്തിൽ കൃത്യമായി നേരത്തെ തന്നെ തൗബ ചെയ്ത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഖൽബ് കറുത്തു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ പാപം പൊറുക്കാനുള്ള പരിഹാര മാർഗങ്ങളെ തേടി അത് ഉറപ്പിച്ച് പാപം പൊറുപ്പിക്കാനുള്ള പണികൾ ചെയ്യണമെന്നത് കൃത്യമായി നമ്മെ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്ത് നേടാനുള്ള 10ആണ്. എന്താണ് മഗ്ഫിറത്ത്? മഗ്ഫിറത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ല, അള്ളാഹു അവന്റെ ഇഷ്ടദാസന് കൊടുക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹവും വാത്സല്യവും തൃപ്തിയും എന്തോ അതിന് ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് മഗ്ഫിറത്ത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാപം പൊറുക്കൽ സംഭവിക്കുന്നു എന്നതാണ്. പാപം പൊറുക്കൽ സംഭവിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ദുനിയവിയും ഉഖറവിയുമായ നേട്ടങ്ങൾ മഗ്ഫിറത്തിന്റെ കൂടെയുണ്ട്. ഒരു നാട്ടിൽ മഴ ലഭിക്കണമെങ്കിൽ ആ നാട്ടിൽ ഒരാൾക്ക് മഗ്ഫിറത്ത് കിട്ടിയാൽ ആ നാട്ടിൽ മൊത്തവും മഴ കിട്ടുമെന്നാണ്. ഒരു നാട്ടിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു മഗ്ഫിറത്തിന്റെ പദവി കൊടുത്താൽ ആ നാട്ടിൽ മുഴുവനും സാമ്പത്തിക വളർച്ച ഉണ്ടാകാം എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ 40 കൊല്ലത്തോളം സ്ത്രീകൾ ഗർഭിണിയാവാതെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം ഉണ്ടായിട്ട് അത് നീങ്ങാൻ വേണ്ടി അവരോട് മഗ്ഫിറത്തിന്റെ പദവി കരസ്ഥമാക്കാൻ നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന ഉപദേശമായിരുന്നു സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയതെന്ന് ഖുർആൻ പറയുന്നു. മഗ്ഫിറത്തിന്റെ ഭാഗമായി ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതാണ് പാപമോചനം. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ മഹാപദവിയെ കരസ്ഥമാക്കാനുള്ളതാണ്. അതൊരു മഹാഭാഗ്യമാണ്. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്വർഗം കിട്ടൂ. സ്വർഗം കിട്ടാനുള്ളതായ ഒരു യോഗ്യത, ഒരു ഡിഗ്രിയാണ് മഗ്ഫിറത്ത്, അല്ലാതെ പാപം പൊറുക്കൽ മാത്രമല്ല. നേരത്തെ പറഞ്ഞോടത്തേക്ക് തിരിച്ചു വരുന്നു. മനുഷ്യർ ചെയ്യുന്ന ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപങ്ങൾ അവന്റെ ഹൃദയത്തെ വൃത്തികേടാക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും അതിനെ ഇട്ടുവെക്കുന്ന ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് വ്യഭിചാരത്തിന്റെ പെട്ടി എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തെയും, അതിപ്പോ ഒരാൾക്ക് ഒരു പേന എഴുതാൻ കൊടുത്തതായിരിക്കാം,
അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തതായിരിക്കാം. ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബോക്സ് എഴുതി വച്ചിരിക്കുന്നത് സ്വതഖ എന്നാണ്. അതായത് ആധികാരികമായി കൃത്യമായ ബ്രാൻഡഡ് നന്മയായും ബ്രാൻഡഡ് തിന്മയായാണ് നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകളെയും അള്ളാഹുവിങ്കൽ കൊണ്ടുപോകുന്നത്. സൽക്കർമ്മങ്ങളെ കൊണ്ടുപോകുന്ന ബോക്സിന് സദഖ എന്ന കാറ്റഗറിയിൽ ആ ഒരു ബ്രാൻഡിലാണ് ഏത് സൽക്കർമ്മത്തെയും അവിടെ എത്തിക്കാം. അതിൽ തന്നെ ശക്തമായ കൂലിയുള്ള വലിയ പ്രതിഫലമുള്ള സദഖ എന്ന ഗണത്തിൽ പെടുത്തിയാണ് സദഖയുടെ കൂലി എന്ന പരിഗണന. വലിയ കൂലിയ സദഖക്ക് കൊടുക്കാം. ആ പരിഗണനയിലാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോവുക. സദഖയുടെ കൂലി അങ്ങനെ ആ പരിഗണന കിട്ടാൻ സദഖയുടെ ബോക്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നത് വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പെട്ടിയിലാക്കിയിട്ടാണ്. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിം, കുത്തിബ അല ബനി ആദമ നസീബുഹു മിനസ് സിന മുദ്രിക ദാലിക ലാ മഹാല. ആദം സന്തതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കുറ്റം അള്ളാഹു ഏർപ്പെടുത്തിയാൽ, കുറ്റം ചാർത്തിയാൽ തീർച്ചയായും അത് വ്യഭിചാര തുല്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽഐനാൻ കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, അതായത് സിനാഹുമ കണ്ണിന്റെ വ്യഭിചാരം, അന്നദറു നോട്ടമാണ്, കാതിൻ്റെത് കേൾവിയാണ്, നാവിൻ്റെത് പറച്ചിലാണ്, കയ്യിൻ്റെത് പിടുത്തമാണ്, കാലിൻ്റെത് നടുത്തമാണ്. എല്ലാത്തിനെയും ആ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിച്ചു എന്നാണ് രേഖപ്പെടുത്തുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിലാണ് നമ്മുടെ പാപങ്ങളെ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത്. വ്യഭിചാരത്തിന്റെ ബോക്സിലിട്ടിട്ട്, നന്മകളെ സദഖയുടെ ബോക്സിലിട്ട് ഈ രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നാം ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾക്ക് ഒരു പാപത്തിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ, അതിനൊരു പാപം എന്ന പരിഗണന അള്ളാഹു നൽകും എന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നാം പറഞ്ഞതും ചെയ്തതുമായ ആ ചെറുത് എന്ന് നമുക്ക് തോന്നിയതിനെ വലിയ വ്യഭിചാരം എന്ന പരിഗണനയിൽ അവിടെ കാണിക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ പരിശുദ്ധമായ റമദാനിന്റെ 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ഈ വ്യഭിചാര തുല്യമായ തെറ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനെ ഒക്കെ പൊറുപ്പിച്ചു കളയാണ്, അതിനെല്ലാം മാച്ചു കളയുന്ന 10ആണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമത്തിന്റെ കാലയളവാണ്. അതോടുകൂടി കഴിഞ്ഞു എന്നല്ല. അതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായ കാര്യം. അതിനെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹുവിന്റെ സ്നേഹം ബോധ്യപ്പെട്ട, റബ്ബിന്റെ കരുണ ബോധ്യപ്പെട്ട ആദ്യത്തെ 10 കഴിഞ്ഞ് 2ാമത്തെ 10 പിന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന അവന്റെ മഗ്ഫിറത്തിന്റെ പദവി നേടാ. അള്ളാഹുവിന് ഇപ്പൊ വലിയ ഇഷ്ടം നമ്മോട്. നല്ല വാക്കിന് നമ്മളത് നേടിയെടുക്കാനുള്ള പരിപാടിയിലൊക്കെ. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ ഇഷ്ടം കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കാതെ, അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് അവനോട് എനിക്ക് നീ മഗ്ഫിറത്തിന്റെ പദവി താ അല്ലാ, അതിന് അറബിയിൽ പറയും അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതിങ്ങനെ ചൊല്ലിയും പറഞ്ഞും അള്ളാഹുവിൽ നിന്നും അത് നേടിയെടുക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വിഷയത്തിൽ വളരെ കൂടുതൽ ചിന്തിച്ച് നടന്ന ആളാണ്. റമദാന് പുറമെയും മഗ്ഫിറത്തിന്റെ പദവി നേടാനുള്ളതായ അവസരങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നിരന്തരം നടത്തിയിരുന്നതാണ്. കേട്ടോളൂ, മഹാനായ സൂഫിയാക്കളിൽ പ്രമുഖൻ റഈസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചിന്തകളെ പങ്കുവെക്കുന്ന ചില വരികളുണ്ട്. മഹാനവറുകൾ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു കവിത, ദുനൂബി മിസ്ലു ഇഅദാദിർ റിമാലി ഫഖബലി തൗബതം യാദൽ ജലാലി വഉംരി നാഖിസുൻ ഫീ കുല്ലി യൗമി വദംബി സായിദുൻ കൈഫ ഇഹ്തിമാലി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിന്റെ അബദ്ധങ്ങളെ ചിന്തിക്കാണ്. നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് ഈ റമദാന്റെ 2ാമത്തെ 10. പഠിച്ചോനെ, എന്റെ ആയ കാലത്തൊക്കെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതാ, അത് ഇങ്ങനെയാണ് എന്നൊരു തോന്നല്, ഒരാലോചന, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പഠിച്ചവനോടൊരു കുറ്റബോധം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, ഇനി അത് ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ എന്തൊരു ഇഷ്ടമെന്നറിയോ അള്ളാഹുവിന്, എന്തൊരു ഇഷ്ടമാണെന്നറിയോ തെറ്റ് ചെയ്യില്ല എന്നൊരു തീരുമാനത്തെ അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണെന്നറിയോ. അല്ലെങ്കിലും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മൾ ചെയ്തു കൊടുത്ത ഒരു നല്ല കാര്യത്തെ ഓർത്ത് ഉദ്ധരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് ആ വാചകങ്ങൾ നമ്മോട് ഉരവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വാത്സല്യമായിരിക്കും അവരോട്.
നിങ്ങൾ എനിക്കത് അന്ന് വാങ്ങി തന്നല്ലേ, അൽഹംദുലില്ലാ സന്തോഷമുണ്ട് കേട്ടോ, നല്ലതാണ് കേട്ടോ, അത് കാരണം ഇപ്പം നന്നായി, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിലോ നമ്മൾ ആർക്കെങ്കിലും എന്തൊരു സഹായം ചെയ്തു കൊടുത്താൽ ആ സഹായം സ്വീകരിച്ച ആള് അത് നമ്മോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് കേൾക്കാനൊരു സന്തോഷം, അത് ഓർക്കുന്നുണ്ടല്ലോ അവൻ. അള്ളാഹു നമുക്ക് എത്ര നിഅമത്താ ചെയ്തത്, അത് അവനോട് എടുത്തു പറഞ്ഞ് അവനോട് നമ്മൾ എന്നിട്ടും എതിര് കാണിച്ചല്ലോ എന്നൊരു കുറ്റബോധം പ്രകടിപ്പിക്കുമ്പോൾ അവൻ എന്തൊരു സ്നേഹമായിരിക്കും നമ്മളോട് എന്നറിയാം. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയാണ്, ദുനൂബി മിസ്ലു അഅദാദിർ റിമാലി ഫഖബിലി തൗബതൻ യാ ദൽ ജലാലി. ഈ ഭൂമിയിലെ മണൽത്തരികളെക്കാളും എണ്ണത്തിൽ കൂടുതലാ ഈ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. അദ്ദേഹം പാപം ചെയ്യാത്ത മനുഷ്യനായിരിക്കാം, സുഫിയാണ്, മഹാനാണ്. എന്നാലും അള്ളാഹുവോട് പറയുമ്പോൾ പറയുന്നത് ഈ ഭൂമിയിലെ മൺതരികളെക്കാളും എണ്ണത്തിൽ കൂടുതലാ റബ്ബേ ഞാൻ ചെയ്ത പാപങ്ങൾ, ഫഹബിലി തൗബാ, അതുകൊണ്ട് നിന്റെ തൗബ നീ എനിക്ക് ഓച്ചാരമായി തരണേ അല്ലാ. വഉമുരീനാ ഖിസു ഫീ കുല്ലി യൗമി വദംബി സായിദുൻ കൈഫ ഹത്തിമാനി. അല്ലാഹുവേ, ഓരോ ദിവസവും എൻ്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കല്ലേ. വദംബി സായിദുൻ, ഓരോ ദിവസം ചൊല്ലുന്തോറും എൻ്റെ പാപവും കൂടിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ എങ്ങനെയാ എൻ്റെ വിജയ സാധ്യത? നമ്മളും ചിന്തിക്കണം അത്. ഓരോ ദിവസവും ചൊല്ലുന്തോറും നമ്മുടെ ആയുസ് കുറയുന്നു, അതോടൊപ്പം ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. മഗ്ഫിറത്തിന്റെ 10ലെ ചിന്ത അതാവണം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എപ്പോഴും പാടാറുള്ള 2 വരികളായി ഇനി പാടുന്നത്, ഇലാഹി അബ്ദുകൽ ആസിയതക മുഖറം ബിദ്ദുനൂബി വഖദ് ദഅക. നിന്റെ അടിമ പാപിയാ അല്ലാ, ആ പാപിയായ അടിമ ഞാനാണ് അല്ലാ. ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത സർവ്വ തെറ്റുകളുടെയും എല്ലാ തെളിവുകളും നിന്റെ മുന്നിലുണ്ടെന്ന ബോധ്യത്തോടെ ഉറപ്പോടുകൂടെയാ ഞാൻ വന്നത്. എനിക്ക് നുണ പറയാൻ കഴിയില്ല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വകി വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ വർത്താനം പറയുന്ന ദിവസം എന്റെ കൈ എന്താ ചെയ്തതെന്ന് കൈ പറയും, കണ്ണ് പറയും. കയ്യും കണ്ണും കാതും ഒക്കെ പറയുന്നത് കാല് സാക്ഷിയാകും. അങ്ങനെ നിന്റെ അടുക്കൽ തെളിവുകൾ ഉള്ളപ്പോൾ ഞാനത് നിഷേധിക്കാൻ കഴിവുള്ളവനല്ല. ഞാൻ ചെയ്ത തെറ്റുകളെ മുഴുവനും ഞാൻ സമ്മതിച്ചിട്ടാ വരുന്നത്. ഫൈൻ തഗ്ഫിർ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തന്നാൽ ഫാൻതലിദാകൽ, നീ മാത്രമാണ് അതിന് യോഗ്യനായിട്ടുള്ള തമ്പുരാൻ. നീ എനിക്ക് പൊറുത്താലാ ഞാൻ രക്ഷപ്പെടൂ. വൈൻ തറുദു, നീ എന്നെ ആട്ടി, വൈൻ തത്റുദ്, നീ എന്നെ ആട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫമൻ റുജു സിവാക, നീ അല്ലാത്ത പിന്നെ ആരെയാ ഞങ്ങൾ പ്രതീക്ഷിക്കാ? കരഞ്ഞിട്ടല്ലാതെ ഇത് പാടാൻ കഴിയില്ലല്ലോ. മഗ്ഫിറത്തിന്റെ 10 ഹൃദയത്തിൽ തട്ടുന്ന ചിന്ത മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. തജാവസ അൻ ലഈഫിൻ ഖദ് ജഫാക ഫഅബ്ദുക മുഹയാ മുഹൈമിനു ഖദ് റജാക. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുമല്ലോ തമ്പുരാനെ. അല്ലാഹുവേ ഉണങ്ങി വരണ്ട, ഞാൻ വരുന്നത്. നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഞാൻ വരുന്നത് നിന്റെ മുന്നിൽ പ്രതീക്ഷയോട് കൂടെയാണല്ലാ. വജാഅക തായിബൻ യർജു റിളാക വലം യസ്ജുദ് ലിമഅബൂദിൻ സിവാക. അല്ലാഹുവേ എന്റെ ഒരു ക്വാളിറ്റി പറയാം, നീ എന്നോട് അലിവ് കാണിക്കണേ. ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല റബ്ബേ. നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞാൻ ഹൃദയം പശ്ചാത്താപബോധത്തോടു കൂടെ വരുമ്പോൾ നിന്റെ മുന്നിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നീയല്ലാത്ത മറ്റൊരാളുടെ മുന്നിലും ഇന്ന് വരെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി, ആ ഒരൊറ്റ ക്വാളിറ്റി എനിക്കുള്ളൂ. എനിക്ക് പുറത്തുകൂടെയല്ല. നമുക്കും അതേ ഉള്ളൂ. അല്ലാത്ത ആരുടെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്തിട്ടില്ല.
അങ്ങനത്തെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്, അതെങ്കിലും നിനക്ക് പരിഗണിച്ചുകൂടെ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ പാടാണ്. ഓർത്താൽ പാടിപ്പോകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എന്നാൽ സ്വഹാബത്തിന്റെ ഇടയിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആളാണ് മഹാനായ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ആരാ വഹ്ശി? വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ കൊന്നയാളാണ് വഹ്ശി. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെ എന്ന് വെച്ചാൽ മോശക്കാരനാണെന്നല്ല, 250 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അയാൾ MLA തന്നെയാണ്. ഇനി 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ആളാര് തന്നെയാണ്? MLA ആണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില പദവികളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞല്ലോ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇമാം നസായി, ഇബ്നു മാജ, അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. യൽഹഖുല്ലാഹു ഇലാ റജുലൈൻ യഖ്തുലു അഹദുഹുമാ അൽ ആഖറ കിലാഹുമാ യദ്ഖുലുൽ ജന്ന. രണ്ടാളുകളെ കാണുമ്പോൾ അല്ലാഹുവിന് ചിരിയാണ്. 2 പേരെ കാണുമ്പോൾ അല്ലാഹു ചിരിക്കും. അതിലൊരാൾ മറ്റേയാളെ കൊന്ന ആളാണ്. 2 പേരെ കണ്ടാൽ അല്ലാഹുവിന് ചിരിയാണത്രേ. അതിലൊരാൾ മറ്റേയാളെ കൊന്നാണ്. കിലാഹുമാ യദ്ഖുലുൽ ജന്ന. കൊന്നാളും ആ കൊലപാതകത്തിൽ മരണപ്പെട്ട ആളും രണ്ടാളും സ്വർഗത്തിൽ കടക്കുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ 2 പേരെ കാണുമ്പോ അല്ലാഹുവിന് ചിരിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബികൾ ചോദിച്ചു, നബിയെ കൈഫ യാ റസൂലല്ലാഹ്, മരിച്ച ആള് സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു കൊലപ്പുള്ളിയും സ്വർഗത്തിൽ, ആ മരിച്ച ആളെ കൊന്ന ആളും സ്വർഗത്തിൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യുഖാതിലു ഹാദാ ഫീ സബീലില്ലാഹ് ഫയസ്തശ്ഹിദൂ. അതിൽ മരിച്ച ആള് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഷഹീദായി പോയതാ. ആ യുദ്ധത്തിൽ കൊന്നയാളാണ് മറ്റേയാള്. ആ യുദ്ധം കഴിഞ്ഞ ശേഷം ആ യുദ്ധത്തിൽ കൊല ചെയ്തവൻ അല്ലാഹുവിന്റെ മുന്നിൽ പിന്നീട് തൗബ ചെയ്ത് മുസ്ലിമായി വന്നു. ആ സമയത്ത് മറ്റൊരു യുദ്ധത്തിൽ ഫയുഖാതിലു ഫീ സബീലില്ലാഹി ഫയസ്തശ്ഹിദൂ. മുമ്പ് യുദ്ധത്തിൽ കൊല ചെയ്തവൻ പിന്നീട് മുസ്ലിമായി തൗബ ചെയ്ത് മറ്റൊരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അയാളെ മറ്റൊരാള് കൊന്നുകളഞ്ഞു. 2 ആളും ഇപ്പോ ഷഹീദാണ്. ആ 2 പേരെ കണ്ട അല്ലാഹുവിന് ചിരിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആദ്യത്തെ ആള്? ഹംസ. രണ്ടാമത്തെ ആള് വഹ്ശി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൊന്നും പോയി നിന്ന് വഹ്ശി പോരാടൂല. ഹംസയുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതം കണ്ണ് ജന്മനാൽ ചുവന്നിരിക്കുന്ന കണ്ണാണ്. നല്ല വെളുത്ത നിറ, നല്ല ഉയരം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം അങ്ങനെ എപ്പോഴും ഒരു കോപിച്ചിരിക്കുന്നവനെ പോലെ തോന്നും. പേടിയാവും നോക്കിയാ. പിന്നെ ഉമറും കൂടിയാണ് പേടിയാകുന്ന പ്രകൃതവും. പിന്നെ ആളാരാണ്? ആള് ഉമറും കൂടിയാണ് റളിയല്ലാഹു. ആ ഉമറിനെ പേടിയായിരുന്നു ഈ ഹംസയെ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിന്റെ മുന്നിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് വിയർക്കുന്ന ഒരു ഘട്ടമുണ്ട്. ബദരീങ്ങളിൽ പ്രമുഖനായ ഹംസത്തുൽ ഖറാർ അന്ന് ഉഹദിൽ വഫാത്തായില്ലെങ്കിൽ ഒരു ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്വഹാബികളിൽ പലരുടെയും ധീരത ചരിത്രത്തിൽ ചർച്ചയാവില്ല ഹംസ ജീവിച്ചിരുന്നെങ്കിൽ. കാരണം ഹംസയുടെ ചരിത്രം റളിയല്ലാഹു അൻഹു അത്രയും പറയാനുണ്ടാകും. അത്രയും വലിയ ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു. നേരത്തെ പോയതുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെ വെറും 3 ദിവസം മുമ്പേ ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടു. പക്ഷെ റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു മുസ്ലിം ആകുന്നതിന് മുമ്പ്. എന്തെങ്കിലുമൊക്കെ വേട്ടക്ക് പോകും. ഭയങ്കര വേട്ടക്കാരനാ. ചെറിയ ഐറ്റമൊന്നല്ല മൂപ്പര് പിടിക്കും. വേട്ടക്ക് പോയി ഏറ്റവും മുന്തിയ ഐറ്റ വേട്ടയാടി കൊണ്ടുവരും.
അത് കൊണ്ടുവന്ന കറിപാചകം ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. അതാണ് മൂപ്പരുടെ പരിപാടി. മുസ്ലിം അല്ല എന്ന്. ഒരു നബി സ്നേഹത്തിൽ വന്നുകൂടിയ ആളാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിന്റെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നത് അറിഞ്ഞു. ഒരു വലിയ പ്രഖ്യാപന ഉമർ പുറപ്പെട്ടിട്ടുണ്ടേ. പ്രതീക്ഷിച്ച് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ദാറുൽ അർഖമിന്റെ മുന്നിൽ നിൽക്കുന്ന ഹംസത്തുൽ ഖറാറിന്റെ കയ്യിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ പ്രതിരോധിക്കാൻ ഒരു നഖം വെട്ടി പോലുമില്ല എന്നുള്ളതാണ്. ഉമറിനോട് പറഞ്ഞു, സതുദ്ദേശമാണെങ്കിൽ നിന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് തനിച്ചിരിക്കുന്ന ദാറുൽ അർഖമിന്റെ അകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 1-2 ആളുകൾ മാത്രം കൂടെയുള്ള ആ സന്ദർഭത്തിൽ ചെന്ന നബിയെ പെരുമാറാനാണ് നീ പോകുന്നതെങ്കിൽ ഹംസയുടെ കയ്യിൽ ആയുധമില്ലാത്തത് നീ ചിന്തിക്കല്ലേ. നിന്റെ കയ്യിലുള്ള വാളിന്റെ വാഴ്ത്തലയിൽ നിന്റെ രക്തം പുരളാൻ ഹംസക്ക് അത് തന്നെ അധികം എന്ന് പ്രഖ്യാപിച്ചു. അസദുല്ലാഹി വറസൂലിഹി വൽറഗാമുഹു സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. വഹ്ശി പിന്നീട് ആ ചാട്ടുളി എറിഞ്ഞത് ചാട്ടുളി പിന്നീട് ഉപയോഗിച്ചത് ചരിത്രത്തിൽ കാണുന്നത് തിമിംഗലത്തിനെ പിടിക്കാനാണ്. ചാട്ടുളി ഉപയോഗിച്ചത് പിന്നീട് തിമിംഗലത്തെ പിടിക്കാൻ മനുഷ്യർ ഉപയോഗിച്ച ചരിത്രങ്ങൾ കാണാനുണ്ട്. കടൽ വേട്ടക്കാര് ചാട്ടുളി ഉപയോഗിച്ച് തിമിംഗലത്തെ പിടിക്കാറുണ്ട്, വലിയ മത്സ്യങ്ങളെ പിടിക്കാറുണ്ട്. അല്ലെങ്കിലോ വലിയ ഇടച്ചിലുള്ള വന്യജീവികളെ പിടിക്കാൻ ചാട്ടുളി ഉപയോഗിച്ചിട്ടുണ്ട്. ഹംസയെ കൊല്ലാൻ റളിയല്ലാഹു അൻഹു മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു വന്നത് നേരെയല്ല, പിന്നിലൂടെ, പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. ആദ്യത്തെ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വന്ന് തറച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. ആ വേച്ച് പോകുന്ന മർമ്മം നോക്കി എറിഞ്ഞതാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. അത് പിന്നിലെ മർമ്മം. ഒരൊറ്റ മർമ്മത്തിൽ എറിയാനാ കഴിഞ്ഞുള്ളൂ. രണ്ടാമത്തെ ഒന്നും ഉന്നം പിടിക്കാൻ കഴിഞ്ഞില്ല. പാറയുടെ പിന്നിലാ വഹ്ശി ഇരുന്നത്. ചരിത്രം പറയുന്നുണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരിയിലോടുകൂടെ വഹ്ശി കാല് തെന്നി, കാല് വഴുതി അവിടെ കമിഴ്ന്ന് വീണുപോയി. ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങില്ലെന്ന് ഉറപ്പാ. എന്നാലും വഹ്ശി പേടിച്ചരണ്ടു പോയി. വഹ്ശിയുടെ ജീവിതത്തിൽ അതുപോലെ പേടിച്ചൊരു സന്ദർഭം വേറെയില്ല. വഹ്ശി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നില് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പശ്ചാത്താപം അറിയിക്കുന്നുണ്ട്. എന്തൊരു വലിയ തെറ്റാ ചെയ്തത്. ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയെ കൊന്ന ഈ തെറ്റ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വഹ്ശി പലതും പറഞ്ഞ് പരിഹാരങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മഹാനായ വഹ്ശി പിന്നീട് പറയുമായിരുന്നു. മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു താരിഖ് ദിമഷ്ക്, മഹാനായ മുഹമ്മദ് ബിൻ മുക്രം ബിൻ അലി ബിൻ ഇഫ്രീഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖ്തസർ താരിഖ് ദിമഷ്ക് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് യമാമ യുദ്ധത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ. മഹാനായ വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊന്നു. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നിട്ട് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചു എന്ന്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നു. ഹത്താ ഗുരിയ ഖായിമുഹു ഫീ കഫീ മിൻ ദിമാഇഹിം വകതബു ബിഫതഹില്ലാഹി വനസ്രിഹി ഇലാ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വകവരുത്തി ആ വിവരം മഹാനായ മുസൈലിമത്തുൽ കദ്ദാബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് സ്വഹാബികൾ വിവരം അറിയിച്ചു. വസ്വറഖ യൗമൈദിൻ സാറഖ ബിഖത്ലി മുസൈലിമ യഖൂൽ ഖതലഹുൽ അബ്ദുൽ അസ്വദ് ഫഖുൽനാ ഖതലഹുല്ലാഹ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നതാരാണെന്ന് ആരൊക്കെയോട് ചർച്ച ചെയ്ത് ആരൊക്കെ വിളിച്ചു പറഞ്ഞു മുസൈലിമ നിലംപതിച്ചിട്ടുണ്ട്. ആരാ മുസൈലിമയെ കൊന്നത്? ഒരു കറുത്ത മനുഷ്യനാകുന്നത്, ഒരു അടിമയാക്കുന്നത്, ഒരു നീഗ്രോയാക്കുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്ന ആളിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇന്നക്കും യാ മഅ്ശറൽ മുസ്ലിമീന തഖൂലൂൻ ഇന്നി ഖതൽതു ഹംസാ. ആ കൊന്ന ആൾ ആരാണെന്ന് അവിടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കൊന്നത് മറ്റാരുമല്ല, വഹ്ശിയാ കൊന്നത്. ശത്രു സംഘത്തിന്റെ നേതാവിനെ കൊന്നാൽ യുദ്ധം അവിടെ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു. ആരാണ് കൊന്നതെന്ന ചോദ്യമായി അവിടെ ആര് കൊന്നു? മരിച്ചു വീണ വഹ്ശിയുടെ കഥ പറയാൻ തുടങ്ങി ചിലര്. വഹ്ശിയുടെ രക്തം പുരണ്ടത് ഈ കയ്യിലാണെന്ന് പറഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു. മഹാനായ വഹ്ശി
മുസൈലിമത്തുൽ കദ്ദാബിന്റെ രക്തം പുരണ്ടത് ഈ കയ്യിലാണെന്ന് പ്രഖ്യാപിച്ചു മഹാനായ വഹ്ശി. എന്നിട്ടോ വഹ്ശി വരുന്നുണ്ട്, ആടി ഉലഞ്ഞാ വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ മഹ്ശറൽ മുസ്ലിമീന തഖൂലൂൻ, ഓ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഖതൽതു ഹംസ, വഹ്ശി എന്ന് പറഞ്ഞ ആരോടെങ്കിലും എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ വഹ്ശിയെ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഉഹദിൽ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന വഹ്ശി എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു അഡ്രസ് എന്നെ കുറിച്ച് നിങ്ങൾ പറയാറില്ല സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയാറില്ല. ഇനി അങ്ങനെ പറയല്ലേ, ഇനി അങ്ങനെ പറയല്ലേ. ഖദ് ഖതൽതു ഖൈറന്നാസ് ഫഖദ് ഖതൽതു ശർറന്നാസ് ബിഹാ ഫഹാദാ ബിഹാദിഹി. എന്റെ വലത്തെ കൈ കൊണ്ടാണ് ഞാൻ ഹംസയെ കൊന്ന്, എന്നെ ചരിത്രത്തിൽ ഹംസയെ കൊന്നവൻ എന്ന് പറഞ്ഞ് എല്ലാവരും മുദ്ര കുത്തിയപ്പോൾ എന്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഒരു മഹാനായ മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്നു മുതൽ ഇനി നിങ്ങൾ അങ്ങനെ പറയല്ലേ. എന്റെ ഇടത്തെ കൈ കൊണ്ട് റബ്ബിന്റെ സൃഷ്ടികളിലെ ഒരു വൃത്തികെട്ടവനെ കൊന്നവനാണ് വഹ്ശി എന്ന് നിങ്ങൾ ഇനി പറയാവൂ. വഹാദാ ബിഹാദിഹി, വലത്തെ കൈ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ ഇടത്തെ കൈ കൊണ്ട് തിരുത്തി എന്ന് പറഞ്ഞു മഹാനായ വഹ്ശി. ഹംസയെ കൊന്ന വഹ്ശി തൗബ തേടിയത് രസകര. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാം. അള്ളാഹുവിന്റെ ഹബീബിനും മറക്കാവതല്ല വഹ്ശിയുടെ വരവ്. മുസ്ലിമായി വന്ന് തൗബ ചെയ്ത വന്ന വഹ്ശിയുണ്ടല്ലോ, ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയും, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി. എന്താണ് കാരണം എന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗീബ അൻഹു അയ്യുഗീബ അൻഹു വജ്ഹഹു ലിമാ കാന മിൻഹു ഫീ ഹംസത മാ കാന സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, വഹ്ശി ഒന്ന് മാറണേ. അങ്ങ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തൗബ അല്ലാഹ് സ്വീകരിച്ചതാടേലും എന്റെ ഹംസയെ എനിക്ക് ഓർമ്മ വരുന്നത് കൊണ്ട് വഹ്ശി നീ എന്റെ മുന്നിൽ വരല്ലേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹിക്ക് വിഷമം വരും വഹ്ശിയെ കാണുമ്പോൾ ഹംസയെ ഓർമ്മ വരുന്നത് കണ്ട് മാറാൻ പറയുമായിരുന്നു, മാറി നിൽക്കാൻ പറയുമായിരുന്നു. അങ്ങനെയാ. അപ്പൊ ഈ മനുഷ്യൻ തൗബ ചെയ്യണ്ടേ, ഈ മനുഷ്യൻ തൗബ ചെയ്യണ്ടേ, ഈ മനുഷ്യൻ തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുസ്ലിമാവാൻ വരാൻ വഹ്ശിക്കൊരു മടിയുണ്ടായിരുന്നു. 6 വട്ടം പരസ്പരം കത്തെഴുതി ഇരുവരും. ഹബീബായ നബി തങ്ങൾക്ക് അങ്ങോട്ടും വഹ്ശി കത്തെഴുതി, നബി തങ്ങൾ ഇങ്ങോട്ടും കത്തെഴുതി. 6 കത്തിടപാടുകൾ നടന്നിട്ടാണ് വഹ്ശി മുസ്ലിമായത്. വഹ്ശി ഇപ്പോൾ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കാം. ഓരോ പ്രാവശ്യവും ഓരോ സന്ദർഭത്തിൽ അവതരിക്കുന്ന ഖുർആന്റെ അനർഘവചനങ്ങളെ വഹ്ശി പഠിക്കാണിപ്പോ. ഇപ്പൊ നല്ല വിവരമുള്ള ഒരു മുസ്ലിമാവാൻ പാകപ്പെട്ട് നിൽക്കുന്നു വഹ്ശി. ഓരോന്ന് പഠിക്കാം. പക്ഷെ മുസ്ലിമായി കലിമ ചൊല്ലി റസൂലുള്ളാഹിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പേടിയാ. റസൂലുള്ളാഹി കലിമ ചൊല്ലി തരുന്നത് ഒന്ന് ഏറ്റു ചൊല്ലാൻ കൊതിയുണ്ട്. പക്ഷെ കലിമ ചൊല്ലല് പിന്നെ ആവട്ടെ. നബിയുടെ മുന്നില് എന്നെ എനിക്ക് അവതരിപ്പിക്കാൻ ആ പഴയ ഹംസയെ കൊന്ന കറയൊക്കെ ഒന്ന് കളയണം. നബിയുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കാം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊഴിച്ച് ഇസ്ലാമിക പഠനങ്ങളും അധ്യാപനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. വഹ്ശിക്ക് നല്ല വിവരമായി. ഓരോ ആയത്തിറങ്ങുമ്പോൾ അതിന്റെ പശ്ചാത്തലവും അതിന്റെ ആഴങ്ങളും ചിന്തിച്ച് വഹ്ശി കരയാ രാത്രികൾ മുഴുവൻ. മുസ്ലിം ആയിട്ടില്ല കേട്ടോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന വഹ്ശിയൻ ഖാതല ഹംസ അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ മക്കത ഇലാ മിൻ മക്ക ഇന്നി ഉരീദു അൻ ഉസ്ലിമ വലാകിൻ യംനഉനി അനിൽ ഇസ്ലാം ആയത്തും മിനൽ ഖുർആനി നസലത് അലൈക്. മക്കയിൽ നിന്നും മദീനയിലേക്ക് വഹ്ശിയുടെ ആദ്യത്തെ കത്ത് മുത്തുനബിക്ക് കൊടുക്കാണ്. കത്തിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്, എനിക്ക് മുസ്ലിമായി വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ
ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പഠിച്ചപ്പോൾ ആ ആയത്ത് എനിക്ക് മുസ്ലിമാവാൻ തടസ്സമാണ് നബിയെ, പരിഹാരം പറയുമോ? ഏതാണ് ആയത്തെന്നറിയുമോ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. സൂറത്തുൽ ഫുർഖാനിന്റെ 68-ാമത്തെ ആയത്താണ്. കത്തിൽ തങ്ങ് എഴുതി. എന്താ ആയത്തിൽ പറഞ്ഞത്? അല്ലാഹുവോട് ആരാധനയിൽ പങ്കുകാരെ ചേർത്തു, കൊലപാതകങ്ങൾ ചെയ്തു, അല്ലാഹു ഹറാമാക്കിയത് ഭക്ഷിച്ചു, വ്യഭിചാരങ്ങൾ യഥേഷ്ടം നടത്തി, അങ്ങനെ ചെയ്തവർ അസാം എന്ന് പറയുന്ന നരകത്തിലേക്കുള്ള ഉരുപ്പടികളാണെന്ന ഖുർആൻ പറഞ്ഞത്. നബിയേ വഇന്നീ ഖദ് ഫഅൽതു ഹാദിഹിൽ അശ്യാഅ സലാസ, ആയത്തിൽ പറഞ്ഞ ഈ ഗൗരവകരമായ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കത്തിൽ എഴുതുന്ന കാര്യങ്ങളാണിത്. ഫഹല്ലീ മിൻ തൗബ, എനിക്ക് അല്ലാഹു തൗബ തരുമോ നബിയേ? ഈ കത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നും മറുപടി പറയണമല്ലോ. മറുപടി കത്ത് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകണം. രണ്ടാമത്തെ കത്ത്, ആദ്യത്തെ കത്ത് വഷീർ ഇങ്ങോട്ട്, രണ്ടാമത്തെ കത്ത് റസൂലുള്ളാഹിയുടെ കത്ത് അങ്ങോട്ട്. മറുപടി പറയാൻ ഖുർആന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ടാ വഷി ചോദിച്ചത്. ഇതിന് മറുപടി പറയാൻ അള്ളാന്റെ ഹബീബിന്റെ കയ്യിൽ വാക്കുകളില്ലാത്തപ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ 70-ാമത്തെ ആയത്തുമായി വരുന്നത്. ഫനസലത് ഹാദിഹിൽ ആയ, മറുപടി പറഞ്ഞു നബിയേ, ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഈ ആയത്ത് എഴുതിക്കൊണ്ട റസൂലുള്ളാഹിയുടെ മറുപടി കത്ത് സൂറത്തുൽ ഫുർഖാന്റെ 70-ാമത്തെ ആയത്ത്. വഹ്ശി നീ പറഞ്ഞത് ശരിയാ, അങ്ങനത്തെ തെറ്റ് ചെയ്തവർ, ശിർക്ക് ചെയ്തവർ, കൊലപാതകം ചെയ്തവർ, വ്യഭിചരിച്ചവർ, ഹഖില്ലാത്ത മുതൽ തട്ടിയെടുത്തവർ, അങ്ങനെയുള്ള ആൾ അസാം എന്ന് പറയുന്ന നരകത്തിന്റെ താഴ്വാരത്തിലേക്കുള്ള ഉരുപ്പിടിയാണെന്ന് ഖുർആൻ പറഞ്ഞത് ശരിയാണ്. വശീലാമൻ തബ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പൊറുക്കും. തൗബ ചെയ്തോ എന്നിട്ട് മൂമിനായിക്കോ, അതിനുശേഷം അമലു സാലിഹാത്ത് ചെയ്തോ. ഒന്നാമത് പറഞ്ഞു തൗബ ചെയ്തോ, പിന്നെ പറഞ്ഞു മൂമിനായിക്കോ, മുസ്ലിമായിക്കോ, അതിനുശേഷം പറഞ്ഞു നീ അമലു സാലിഹാത്തുമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചോ. അങ്ങനെ ചെയ്തു വന്നാൽ നീ ചെയ്തു കൂട്ടിയ എണ്ണമറ്റ പാപങ്ങളുടെ എണ്ണങ്ങളെ നിന്റെ നന്മയായി അല്ലാഹു മാറ്റുമെന്ന് ഖുർആൻ. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു നിനക്ക് പൊറുക്കും, നീ ചെയ്ത പാപങ്ങളുടെ എണ്ണം നിന്റെ നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. പാപങ്ങളെയൊക്കെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ടത് നന്മയാക്കും അല്ലാഹു. അങ്ങനെ ഒരു കരുണ ചെയ്യും എന്ന് മഹാനായ ഹബീബായ നബി തങ്ങൾ ഈ ആയത്ത് എഴുതി വെച്ചിട്ട് രണ്ടാമത്തെ കത്ത് വഷിയിലേക്ക് പാസ് ചെയ്തു. അവിടെ ചെന്നു വഷി ഈ കത്ത് വായിച്ചു. അതിലാ അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്ത് തന്നെയാണ് മറുപടി. വഷിക്ക് ഈ ആയത്ത് അവിടെ കിട്ടാൻ ഇപ്പൊ ഇറങ്ങിയ ആയത്താണ്. വഷിയുടെ കത്തിന് മറുപടി ആയിട്ടിറങ്ങിയ ഒരു മുസ്ലിം അല്ലാത്ത ആളുടെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അയാളുടെ പഠനത്തിന് ഉത്തരമായി ഖുർആനിൽ ആയത്ത് പോലും ഇറങ്ങാണ്. ആയത്താണ് വഷിയുടെ മറുപടിയായി വന്ന ആയത്ത്. ഈ ആയത്ത് കിട്ടിയപ്പോൾ വഷിക്ക് സന്തോഷായി. വഷി ആയത്ത് പഠിച്ചു. എന്നിട്ട് ഹബീബായ നബി തങ്ങളിലേക്ക് വഷി അങ്ങോട്ട് കത്തെഴുതാൻ തീരുമാനിച്ചു. ഇപ്പോഴും തടസ്സമുണ്ട് ഞാൻ മുസ്ലിം ആവാൻ. എന്താണ് നബിയേ? ഈ ആയത്തിൽ അല്ലാഹു നിബന്ധന പറഞ്ഞു, തൗബ ചെയ്ത് മുസ്ലിമായ ശേഷം അമലു സാലിഹാത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലാണ് അല്ലാഹു പൊറുക്ക എന്ന് പറഞ്ഞു. ഞാൻ തൗബ ചെയ്തു മുസ്ലിമായി, അപ്പൊ തന്നെ ഞാൻ മരിച്ചു പോയാൽ അല്ല പറഞ്ഞ അമലു സാലിഹാത്ത് ചെയ്യാൻ ഞാനില്ലല്ലോ. എന്റെ തൗബ ശാശ്വതമാകുമോ നബിയെ? എന്റെ കലിമ സ്വീകരിക്കുമോ? അതുകൊണ്ട് എനിക്ക് അമലു സാലിഹാത്ത് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് മറുപടി പറയണേ.
വഹ്ഷിയുടെ കത്തങ്ങോട്ട്, മൂന്നാമത്തെ കത്ത് മദീനയിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് മറുപടിയായി എഴുതാൻ സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ ആയത്ത് അവതരിച്ച് നബിയെ കത്തിൽ എഴുതിക്കോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ കബീറാ ഇസ്മൻ അളീമാ. നബിയെ ശിർക്കൊഴിച്ചുള്ളതൊക്കെ അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും എന്ന ആയത്തിന്റെ ഈ അർത്ഥമുള്ള വരികൾ അങ്ങ് റസൂലുള്ള കത്തിന് മറുപടിയായി എഴുതി. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് ശിർക്കൊഴിച്ചതൊക്കെ പൊറുക്കും എന്ന്. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും, മറന്നു പോരുത് കേട്ടോ. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും. ഇത് വഹ്ഷിക്ക് റസൂലുള്ള അങ്ങോട്ട് കത്തെഴുതി. ഇപ്പൊ കത്തെത്രേ? 4-ാമത്തെ കത്തങ്ങോട്ട് പാസ്സായി. അവിടെ ചെന്നപ്പോൾ വഹ്ഷിയത വായിച്ചപ്പോ അതിലുണ്ട് അല്ലാഹ് ഉദ്ദേശിച്ചവർക്കെന്നൊരു ഷർത്തുണ്ട്. അല്ലാഹ് എന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ അപ്പോഴും തടസ്സല്ലേ? നബിയേ, അല്ലാഹു ഉദ്ദേശിച്ചു എന്നത് ഫലാ അദ്രി അയശാഉ യഗ്ഫിറലി അംലാ, അല്ലാഹ് എന്റെ കാര്യം ഉദ്ദേശിക്കോ ഇല്ലയോ എനിക്കറിയൂല നബിയേ. അപ്പോഴും അവിടെ തടസ്സ. ഞാൻ എങ്ങനെ മുസ്ലിമാവും? എനിക്ക് സമാധാനം വേണം നബിയേ. ഫനസല, അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് 5-ാമത്തെ കത്ത് വഹ്ഷി എഴുതുകയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവർ എന്നതിൽ ഞാൻ പെടുമോ ഇല്ലയോ എനിക്കറിയില്ലല്ലോ. 5-ാമത്തെ കത്ത് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക്. 6-ാമത്തെ കത്ത് മറുപടി ഇങ്ങോട്ട് വരാണ്. എന്താണ് 6-ാമത്തെ കത്ത്? 6-ാമത്തെ കത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്ത് അവതരിച്ചതാണ്. പോരെ വഹ്ഷി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമുക്കുള്ള മറുപടിയാണത്. ഒരുപാട് പാപം ചെയ്ത് നിരാശപ്പെട്ടു പോയവരെ, ഇനി ഒരിക്കലും നന്നാവൂല എന്ന് ഉറപ്പിച്ചവരെ, നിരാശപ്പെടല്ലേ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു കരുണയുള്ളവനാ, നിങ്ങൾ നിരാശപ്പെടല്ലേ. അല്ലാഹു ഉദ്ദേശിച്ചവർക്കെന്ന നിബന്ധന അങ്ങ് മാറ്റിക്കോ, എല്ലാവർക്കും അല്ലാഹു പൊറുക്കും. അല്ലാഹുവിന്റെ കരുണ വലുതാണ്. വഹ്ഷി ഈ ആയത്ത് മറുപടിയായി അങ്ങ് എഴുതി. മഹാനായ വഹ്ഷിക്ക് 6-ാമത്തെ കത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞു. മഹാനായ വഹ്ഷി അതിൽ പരിശോധിച്ചു. ഫലം യജിദ് ഫീഹി ശുർത, ഒരു ന്യായക്കേടും ഇനി പറയാനില്ല. ഫഖദിമൽ മദീന വഅസ്ലമാ, വഹ്ഷി മദീനയിലേക്ക് വന്നു. മഹാനായ വഹ്ഷി മുസ്ലിമായി. മനസ്സിലാക്കണം, റഹ്മത്തിന്റെ പദ്ധതിനുള്ളതാണ്. ആ വഹ്ഷി പോലും എത്ര കടമ്പ കടന്നിട്ടാ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നത് ഓർക്കണം. മുസ്ലിമായി ഇത്രയും ആയത്തുകൾ ഇറങ്ങിയത് വഹ്ഷി മുസ്ലിമാവാനുള്ളതായ തടസ്സങ്ങൾ നീങ്ങാനാ. വഹ്ഷിയുടെ ചിന്തയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങിയത്. വഹ്ഷിയെ അത്രയും അല്ലാഹു പരിഗണിച്ചിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ മുന്നിൽ വരല്ലേ എന്ന് പറഞ്ഞിരുന്നു വഹ്ഷിയോട്. ആ വഹ്ഷിയെ പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി മുന്നിൽ വരല്ലേ എന്ന് പറഞ്ഞ വഹ്ഷിയെ പരിഗണിച്ചുകൊണ്ട് ആയത്തിറങ്ങി സന്തോഷിപ്പിച്ചത് പാപം എത്ര ചെയ്താലും അല്ലാഹു പൊറുക്കുമെന്ന വാക്കാ. നമുക്ക് അത് തന്നെയാ രക്ഷ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാഹ്. പടച്ചോനെ, മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു സാധാരണ ശനി ഞായറും തീരണ പോലെ, ഒരു സാധാരണ തിങ്കളും ചൊവ്വയും തീരണ പോലെ ഞങ്ങൾക്ക് ഈ 10 ദിവസം നഷ്ടപ്പെട്ടു പോകൂലോ അല്ലാഹ്. അല്ലാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ട് ഖൽബിൽ തട്ടിയ ഒരു മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് മഗ്ഫിറത്തിന്റെ 10 കിട്ടാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റമദാൻ കബൂലാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 വന്നു കഴിഞ്ഞാൽ ഒരുപാട് അമലുകളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകമായിട്ട് ദിക്ർ വർദ്ധിപ്പിക്കാം. മഗ്ഫിറത്തിന്റെ 10 നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കാം. ഏത് ദിക്റാണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹ്. ഏതാ ദിക്ർ?
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വർദ്ധിപ്പിക്കുക. അവിടെ ഉള്ളിലൊരു ചിന്ത വേണം കേട്ടോ, എൻ്റെ റബ്ബേ നിന്റെ ആ മഗ്ഫിറത്തിന്റെ വലിയൊരു പദവിയുണ്ട്, ആ പദവി എനിക്ക് തരണം, അത് കിട്ടുമ്പോഴേ എൻ്റെ പാപം പൊറുക്കും. ആ ഒരു ശീല എൻ്റെ ലൈഫിന് നീ വെച്ച് തന്നാൽ എൻ്റെ പാപം പൊറുക്കും. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ പാപം പൊറുക്കൽ മാത്രമല്ലേ, അങ്ങനെയല്ലത്. ഒരുപാട് ചിന്തിച്ചിട്ട് പഠിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ പാപം പൊറുക്കൽ മാത്രമല്ല, ഒരുപാട് ദിക്റുകൾ ഈ മഗ്ഫിറത്തിന് വേണ്ടിയുള്ളത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഒക്കെ പറയുന്നുണ്ട്. മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ എത്രയാണ്. നല്ലോണം അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മഗ്ഫിറത്ത് കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ്, മൻ തവല്ല ഫഅക്കല, ഒരാള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചില ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ 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 നനച്ചു കൊടുക്കണം. എന്തോന്ന് ഈ 3 വിരൽ ഈ 5-6 വിരൽ നനച്ചിട്ട് ഓടി വരണം. അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും കുപ്പിളിച്ച് കഴുകണം. കയ്യും വായും കഴുകിയിട്ട് ഭക്ഷണം കഴിച്ച് ശേഷം അൽഹംദുലില്ലാ എന്ന ദിക്റും പറഞ്ഞ് പിന്നെയും കയ്യും വായും കഴുകിയ അവന്റെ എല്ലാ പാപവും ആ ഭക്ഷണം കഴിച്ച വഴി പൊറുക്കും, അവന് മഗ്ഫിറത്തിന്റെ പദവി കിട്ടുമെന്ന് എന്റെ വകയല്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്. ഇന്ന് മുതൽ ആ സുന്നത്ത് കളയോ? ഞാനിപ്പോ പാത്രം കഴുകി കഴിഞ്ഞ് വന്ന വഴി ഉസ്താദ് തുണി അലക്കിയിട്ടോ ഈ കയ്യിലൊന്നും ചെളിയില്ല. ചെളി ഉണ്ടെന്നല്ല പറഞ്ഞത്, ഒരു പഴം തൊലി പൊളിച്ച് കഴിക്കാണ്. ഒരു പഴം തൊലി പൊളിച്ച് കഴിക്കുന്നു. ഏത് കൈയിലാണ് ഇപ്പൊ പഴം പിടിക്കേണ്ടത്? ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തൊലി പൊളിക്കുന്നു. എന്നിട്ട് ആ പഴം എന്ത് ചെയ്യണം? വലത്തെ കൈയിലേക്ക് പിടിക്കണം. ആദ്യം ഇരിക്കണം. എന്നിട്ട് ഒരു കടി അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പഴവും വെള്ളവും കൂടി അടുത്തടുത്ത് കഴിക്കരുത്. പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത്. പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത് എന്ന് മഹാനായ തഴവയുടെ മവാഹിബുൽ ജലിയയിൽ പറയുന്നുണ്ട്. അതുപോലെ മീനും മത്സ്യവും മുട്ടയും ഒരുമിച്ച് കഴിക്കരുത്, ആരോഗ്യപരമായ പ്രശ്നമുണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അന്ധവിശ്വാസം, ഒരു കുന്തവിശ്വാസമല്ല. അങ്ങനെയൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് മീനും ഇറച്ചിയല്ലാട്ടോ, മീനും മുട്ടയും ഒരുമിച്ച് കഴിക്കരുത്. അതുപോലെ രാത്രി സമയങ്ങളിൽ തൈര് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? തെക്കൻ കേരളത്തിൽ അത് വളരെ വ്യാപകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. തൈര് രാത്രി കഴിക്കില്ല. കാരണം രാത്രി തൈര് കഴിച്ചാൽ, രാത്രിയിൽ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ, രാത്രി സമയത്ത് രക്തത്തിന്റെ ഏറ്റത്തിന്റെ ഒരു പ്രത്യേക ഒരു പിരീഡ് രാത്രി സമയം. രാത്രി സമയത്ത് വിഷം തീണ്ടിക്കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് സംഭവിക്കും തൈര് കഴിച്ച മനുഷ്യന്. അതുകൊണ്ട് തൈര് കഴിക്കരുത്. മോരുന്നും തൈരെന്നൊക്കെ പറയും, അത് കഴിക്കരുത് രാത്രി. അങ്ങനെയാണ്. ചൂല് പിടിച്ച കൈ കഴുകാതെ എവിടെയും തൊടരുത്. ചൂല് പിടിച്ച കൈ കഴുകാതെ. പാല് കുടിച്ചാൽ വായ കഴുകാതെ പോവരുത്. കാരണം പാല് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പല രീതിയിലുള്ള സാധനങ്ങളായ അതിനൊരു കെമിക്കൽ സ്വഭാവം വരും. പാല് കഴിച്ചാൽ പാല് കഴിച്ച ശേഷം വായ കഴുകണം, നന്നായിട്ട് കഴുകണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഷൂ പോലെയുള്ളത്, തഴവയുടെ പൈത്തടതൊക്കെ പാടുന്നില്ല. ഷൂ പോലെയുള്ളത് കൊട്ടിക്കളഞ്ഞിട്ടേ കാലിൽ ധരിക്കാവൂ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഷൂ പോലെയുള്ളത്. അതുപോലെ കൂജയുടെ വാലിലൂടെ വെള്ളം കുടിക്കരുത്, നേരെ വായിലേക്ക് കുടിക്കരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു പഴം തിന്നാണെങ്കിൽ പോലും, ഒരു പഴം തിന്നാണെങ്കിൽ നമ്മൾ കൈ കഴുകേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കയ്യല ആവണില്ലല്ലോ ഉസ്താദേ, കയ്യും വായും കഴുകണം. അത് സുന്നത്താണ്. ആഹരിക്കുന്ന എന്തിനും കയ്യും വായും കഴുകൽ സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിച്ചാലും നിനക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ നിരന്തരമായ പല കാര്യങ്ങളും നമ്മുടെ അമലിലേക്ക് ചേർത്ത് തന്നിട്ടുണ്ട് നമുക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടാൻ വേണ്ടിയിട്ട്. കേട്ടോളൂ, മഗ്ഫിറത്തിന്റെ 10 ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ ഞാൻ പറയാം. ഒന്നാമത്തേത് കേട്ടോളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആ ദിക്ർ മഗ്ഫിറത്തിന്റെ 10 എന്തായാലും ഉണ്ട്. മറ്റു 2 10 അതുണ്ട്. മഗ്ഫിറത്തിന്റെ 10 ഒന്നാമത്തെ ദിക്റാണത്.
മഗ്ഫിറത്തിന്റെ പത്തിലെ രണ്ടാമത്തെ ദിക്ർ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. രണ്ടിന്റെ അർത്ഥം പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനെ, ആരാധ്യൻ നീയല്ലാതെ മറ്റാരുമില്ല, നിന്നോട് ഞാൻ മഗ്ഫിറത്തിന്റെ പദവി തേടുന്നു. വഅസ്അലുക്കൽ ജന്ന, വസ്അലുക്കൽ ജന്ന എന്നാണ് ചേർത്ത് പറയുമ്പോൾ പറയുന്നത്. വസ്അലുക്കൽ ജന്ന, അലിഫ് വസ്ലിന്റെ അലിഫാണ്. വസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, എന്തർത്ഥം? നരകത്തെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. പിന്നെ പറഞ്ഞത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. സർവ്വലോക സംരക്ഷകനായ തമ്പുരാനെ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. മൂന്നാമത് മഗ്ഫിറത്തിന്റെ പത്തിലുള്ള മൂന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. ഈ ദിക്ർ ഏത് ദിക്ർ ഏറ്റവും അറ്റ്ലീസ്റ്റ് ഏത് ദിക്ർ കൂടുതൽ ചൊല്ലണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇപ്പൊ 3 ദിക്ർ പറഞ്ഞു. നാലാമത്തെ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് പാപം പൊറുക്കാനുള്ള ദിക്റാണ്. അത് വലിയ പവറുള്ള ദിക്റാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നത് ആ ദിക്ർ ചൊല്ലിയപ്പോഴാണ്. 4 ദിക്ർ ഇപ്പൊ പറഞ്ഞു, ബാക്കി ഇതിനു ശേഷം പറയാം. ഏതായാലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് വലിയ ശ്രേഷ്ഠതയുള്ളതാ. അറ്റ്ലീസ്റ്റ് 100 നമ്മൾ പറഞ്ഞിരിക്കണം. മഗ്ഫിറത്തിന്റെ പത്തിനെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം 100 വട്ടം ചൊല്ലിക്കോ. ശ്രേഷ്ഠതകൾ ഏറെയാ. പുണ്യ റമദാനിൽ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ. പുണ്യ റമദാനിൽ നമുക്ക് ളുഹാ നിസ്കാരമുണ്ടല്ലോ. ഈ 2 നിസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എത്ര വട്ടം? 100 വട്ടം ചൊല്ലിക്കോ. അതിന്റെ കോഴ്സ് 100. അതിന്റെ കോഴ്സ് 100. കേട്ടോളൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക എന്നത് ചില രോഗങ്ങൾക്ക് പരിഹാരമാ. മഗ്ഫിറത്തിന്റെ 10 ദിക്റാണിത്. എന്റെ കൂടെ ഇങ്ങ് പോരണം. ഏത് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. ഉറക്കം വരുന്നുണ്ടോ? എന്റെ കൂടെ അങ്ങ് പോരൂ. ഏത് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. അത് ചില രോഗങ്ങൾക്ക് പരിഹാരമാ. യുഅദ്ദുൽ ഇസ്തിഗ്ഫാറു ദവാഅൻ ലികുല്ലി നഫ്സിൻ ലാഖത് ബിഹൽ ഹയാതു വഅസ്ഖലത്ഹാ ബിൽ ഹുമൂമി വൽ അഹ്സാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഏത് രോഗത്തിനാണെന്നറിയുമോ? ടെൻഷനാണ്, 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 ദുഃഖമാണ്. ദുഃഖമെന്ന രോഗം, മനസ്താപമെന്ന ടെൻഷൻ എന്ന രോഗത്തിന് പരിഹാരമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. ഈ ദിക്ർ പാപങ്ങൾ കഴുകാൻ അവസരമാണ്. വകാന മിൻ ഫളില്ലാഹി അലൈനാ അൻ ജഅല ലനൽ ഇസ്തിഗ്ഫാറ ലിനൽജഅ ഇലൈഹി ലിനുഗ്സില അൻഫുസനാ വഖുലൂബനാ മിനൽ ദുനൂബി വൽ മആസി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കുന്ന ആളുടെ അവയവങ്ങൾ ഭാവിയിൽ തെറ്റ് ചെയ്യാൻ അറപ്പ് കാണിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 ദിവസവും പതിവാക്കുന്ന ആളുടെ കൈയും കാലും കണ്ണും കാതും തെറ്റിലേക്ക് പോവാതെ മടി കാണിച്ചു മാറി നിൽക്കുന്നു. അവയവങ്ങളെ, കൽബിനെ തെറ്റിൽ നിന്നും കഴുകാൻ ഈ ദിക്ർ മതി എന്ന് മഹാന്മാര് പറയാം. ഇതിന്റെ കോഴ്സ് 100 വട്ടമാണ്. 100 വട്ടം എന്നത് അതിന്റെ ഒരു കോഴ്സാണ്. കേട്ടോളൂ, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. 100 വട്ടമായി ഇത് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പറയുന്നത് ഏത് ദിക്റിനെ കുറിച്ചാണ്? മഗ്ഫിറത്തിന്റെ 10 പ്രധാന ദിക്റായ 4 പറഞ്ഞു അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റാണ്. ഇനിട്ട് പറയാൻ ഞാൻ പിന്നെ പറയാം. 4 ഓർമ്മയിൽ വേണം. 1 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്സലൂക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. 2 അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 4 അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ അസ്തഗ്ഫിറുല്ലാഹ് എല്ലാത്തിലും ഉണ്ട്. കേട്ടോളൂ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസാൻ നബി ബുർദത റളിയല്ലാഹു അൻ റജുലിൻ ഖാല ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവോട് മഗ്ഫിറത്തിന്റെ പദവി തേടിക്കോ. അതായത്
അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ചൊല്ലിക്കോ. വതൂബൂ ഇലൈഹി അത് ചൊല്ലുമ്പോൾ ഖൽബിൽ തട്ടി ചൊല്ലിക്കോ. ഖൽബിൽ തട്ടി ചൊല്ലിക്കോ. ഒന്ന് കണ്ണടച്ച് പിടിച്ചിട്ടങ്ങ് ചൊല്ലാ. അല്ലാഹുവേ, ഈ ദിക്ർ ചൊല്ലുമ്പോൾ നിന്റെ ഇഷ്ടം എന്നോട് ഉണ്ടാകുമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നിന്റെ സ്നേഹം എന്നോട് തോന്നുമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. നിന്റെ സ്നേഹം എന്നോട് തോന്നിയാൽ അത് മതിയല്ലോ എന്റെ പാപം പൊറുക്കാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു പുറത്തു തരട്ടെ. മനസ്സിൽ തട്ടി ഇത് നിങ്ങൾ ചൊല്ലിക്കോ. ഫഇന്നീ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മനസ്സിൽ തട്ടി ഞാനിത് അല്ലാഹുവിലേക്ക് ഉന്നയിക്കുന്നുണ്ട് ജനങ്ങളെ. ഫീ കുല്ലി യൗമിൻ, ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. എത്ര വട്ടമെന്നറിയുമോ? 100 മറ, 100 വട്ടമാ. ഔ അക്സറ മിൻ 100 മറ. ചിലപ്പോൾ 100 എന്നത് പിന്നെയും കൂടാറുണ്ട്. ഒരു ദിവസം ഒരു 100 മാത്രല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ 100ഉം വരാറുണ്ട്. അതായത് ആകെ 100 ചൊല്ലാവുന്നല്ല, ഞാൻ 100 എണ്ണമെങ്കിലും ചൊല്ലാറുണ്ട്. ചിലപ്പോൾ അതിൽ കൂടാറുണ്ട്. അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 ദിക്ർ പറഞ്ഞു. 5ാമത്തെ ദിക്ർ കേട്ടോളൂ. ഫത്ഹുൽ ബാരിയിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാറുണ്ട്. എന്റെ കൂടെ ചൊല്ലു. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി കേട്ടോ. ഇത് ഇത്തിരി നീളമുള്ള ദിക്റാ. ഇത് ഇത്തിരി നീളമുള്ള ദിക്റാ, വേണമെന്നെ എഴുതി തരാം. അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കൂടുതലുണ്ടോ? ഇല്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ദിക്ർ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫിൽ മജ്ലിസി, ഒരു സദസ്സിൽ വെച്ച്. ഖബലാൻ യഖൂമ, ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്. എത്ര വട്ടമാണ് റസൂലുള്ളാഹി ചൊല്ലിയതെന്ന് ഞാൻ എണ്ണമെടുത്തു. 100 മറ, 100 വട്ടം, 100 വട്ടം, 100 വട്ടം ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. മഗ്ഫിറത്തിന്റെ 10 നമുക്കൊന്ന് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. 5ാമത്തെ ദിക്ർ അതാണ്. ഇനി കേട്ടോളൂ. ഫത്ഹുൽ ബാരി തന്നെ പിന്നെയും പറയുന്നു. ഇബ്നു ഉമർ ബിലഫ്ദൻ ഇന്നാ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മജ്ലിസി, ഒരു സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാറുള്ള ദിക്ർ ഞങ്ങൾ ഇടയ്ക്ക് എണ്ണി നോക്കാറുണ്ട്. ആ സമയം റസൂലുള്ളാഹി ചൊല്ലിയത് ഏത് ദിക്റാണെന്നറിയോ? ഞങ്ങൾ അന്ന് എണ്ണമെടുത്ത ദിക്ർ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ. 100 മറ എണ്ണി വന്നപ്പോ അന്ന് റസൂലുള്ളാഹി ചൊല്ലിയത് 100 വട്ടം, അന്ന് ഹബീബ് ചൊല്ലിയത് 100 വട്ടം. ഇത് മുഴുവനും ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകളാ. ഒന്നുകൂടി പറയട്ടെ, ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ അതിന്റെ കോഴ്സ് 100 എണ്ണമാണ്. ഏത് റിവായത്ത് നോക്കിയാലും 100 എണ്ണമാണ്. ഇപ്പോൾ പറഞ്ഞ 6ാമത്തെ ദിക്ർ മഗ്ഫിറത്തിന്റെ 10 6ാമത്തെ ദിക്ർ ചൊല്ലിക്കോളൂ. റസൂലുള്ളാഹി ചൊല്ലിയതാ റബ്ബിഗ്ഫിർലി, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ, വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ, അൻതത് തവ്വാബുൽ ഗഫൂർ. 100 വട്ടം അല്ലാഹു നസീബാക്കട്ടെ. ചോദിച്ചാൽ പറഞ്ഞു തരാം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനാണ് സഹോദര സഹോദരി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 എണ്ണമായത്?
എന്താണത് 100 എണ്ണമാവാൻ കാരണമെന്നറിയുമോ? ഒരുപാട് മഹാന്മാർ ഇത് 100 എണ്ണമായി അതിന്റെ കാരണം പറയുന്നുണ്ട്. അന്ന തക്റാറ ഖൗല അസ്തഗ്ഫിറുല്ലാഹൽ അദീം തമറ ഫിൽ യൗം, ഒരു ദിവസം 100 എണ്ണം എന്ന രീതിയിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് ചൊല്ലാൻ 100 എന്ന കണക്ക് പറയാൻ കാരണം യഉദ്ദു അഹദുൻ അക്ബറ അസ്ബാബി ജിൽബി വ തൗസിഅത്തി റിസ്ഖി, ഒരാളുടെ ജീവിതത്തിലെ ഇത് 100 എണ്ണം ചൊല്ലുന്ന അന്നത്തെ ദിവസത്തിലെ റിസ്ക് വിശാലമാവാൻ 100 എന്ന കണക്ക് അല്ലാഹു നിർണയിച്ചതാണെന്ന് മഹാന്മാർക്ക് ബോധ്യപ്പെട്ടതാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ ചൊല്ലിയാൽ ആ ദിവസത്തിലെ നമുക്ക് അല്ലാഹ് നിശ്ചയിച്ച റിസ്ഖിലെ വിശാലത ഉണ്ടാവാൻ അത് 100 എണ്ണമാണ് അതിന്റെ കണക്ക് എന്ന് മഹാന്മാർക്ക് ബോധ്യപ്പെട്ടതാണ്. അതിനവർ കണ്ടെത്തിയത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഹൂദിലെയും സൂറത്ത് നൂഹിലെയും ഒക്കെ ആയത്തുകളാണ്. قل تستغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നമ്മുടെ നിത്യജീവിതത്തിലെ ബറക്കത്തിന് വേണ്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം 100 എണ്ണം ചൊല്ലിയാൽ അതിന്റെ ഫലം കാണാമെന്ന് ഖുർആന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് മഹാന്മാർ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സൂറത്ത് ഹൂദിലെ ആയത്തുകൾ എടുത്ത് വെച്ചുകൊണ്ട്, സൂറത്ത് നൂഹിലെ ആയത്തുകൾ എടുത്ത് വെച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 100 എണ്ണം ചൊല്ലിയാൽ റിസ്ഖിൽ ബറക്കത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമിനൽ ജദീർ, പരീക്ഷിച്ച് അറിഞ്ഞ അറിവിൽപ്പെട്ടതാണ് ബിദ്ദിക്രി, ദിക്റുകൾ ചൊല്ലി പരീക്ഷിച്ചറിഞ്ഞ അറിവിൽപ്പെട്ടതാണ്. മഹാന്മാർ പറയുന്നു അന്നൽ ഹിർസ വൽ മുഹാഫളത അലൽ ഇസ്തിഗ്ഫാർ ഫീഹാ മാനും വലമാനുൻ നജാതി മിൻ അദാബിൻ വഇഖാബിൽ മൗലാ അസ്സ വജല്ല. എനിക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ 100 എണ്ണം ദിവസം മുടങ്ങൂല എന്ന ആർത്തി ഒരാൾക്കുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഇന്നത്തെ ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ മുടങ്ങൂല എന്ന അത്യാഗ്രഹം, ഉത്കടമായ താല്പര്യം ഒരാൾക്കുണ്ടെങ്കിൽ, നല്ല താല്പര്യമുണ്ട്, എൻ്റെ അസ്തഗ്ഫിറുല്ലാഹ് 100 എണ്ണം ഇന്നും മുടങ്ങൂല, ഒന്ന് കൈ വെക്കൂ പതുക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് നമ്മുടെ മരണം വരെ ഉണ്ടാവണം. എൻ്റെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ജീവിതത്തിൽ മുടങ്ങൂല. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ ഓർക്ക, സ്നേഹം കൂടുമ്പോ ഉസ്താദുമായി ചേർന്നിരിക്കാൻ കിട്ടുമ്പോ ഉസ്താദ് ചൊല്ലാൻ ഏൽപ്പിക്കുന്ന ഒരു ദിക്റാണ് ഏത്? അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹി കഴിഞ്ഞ് 100, മഗ്രിബ് കഴിഞ്ഞ് 100 ചൊല്ലിക്കോ എന്ന് ഉസ്താദ് പറയാറുണ്ട്. എല്ലാം അതിലുണ്ട്. ഇത് 100 എണ്ണം ചൊല്ലാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളില്ല അല്ലാഹ്, ഞാനിത് മുടങ്ങൂല എന്ന ആർത്തി ഒരാൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അത്യാഗ്രഹം ഒരാൾക്ക് ഉണ്ടെങ്കിൽ, അതിലൊരു സൂക്ഷ്മത ഒരാൾക്കുണ്ടെങ്കിൽ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമാനും വലമാനിൽ നിന്നജാ, അവന്റെ പരലോക വിജയം ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. അവന്റെ പരലോകം രക്ഷപ്പെടും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞോട്ട് റസൂലുള്ളാഹി ചൊല്ലിയപ്പോ വാതൂബു ഇലൈഹി എന്നാ പറഞ്ഞത്, മനസ്സിൽ തെറ്റി ചൊല്ലണം. പതുക്കെ ചൊല്ലി, ആദ്യം ഒരു 10 എണ്ണം ചൊല്ലാൻ പറ്റുള്ളൂ, മനസ്സിൽ തെറ്റിയപ്പോഴേക്കും ഫോൺ വന്നു, ഹലാക്ക് എടുത്തു വെക്കാം. ആ കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കൂട്ടാവുന്നത് എന്നെക്കാത്ത തവ്വാബുർ റഹീമിന്റെ കൂടെ കൂട്ടാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ നിർബന്ധമായിട്ടുണ്ടായാൽ മതി. അപ്പൊ എല്ലാ ഈ പറയപ്പെട്ട 6 ദിക്റുകളിലും ടച്ച് ചെയ്ത് വന്നു അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞാൽ തന്നെ. നമ്മളീ പറഞ്ഞ 6 ദിക്റും ടച്ച് ചെയ്തു അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ. നീ കേട്ടോളൂ, അള്ളാഹുവിന്റെ പരലോകത്ത് ശിക്ഷയിൽ ഒരാള് നിർഭയത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ 100 വട്ടം ചൊല്ലുക എന്നത് പരീക്ഷിച്ച് അറിഞ്ഞ അറിവാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്ത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആർക്കാ ഇത് കഴിയാ എന്നറിയോ? നമ്മൾ പറയാറുണ്ടല്ലോ, പണമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പണമുണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാൻ കഴിയാത്തവർ, സ്വതക്ക ചെയ്യാൻ കഴിയാത്തവർ, ഇല്ലാത്ത ഒരാള് ഉള്ളതിൽ തന്നെ വലുത് കൊണ്ടുവരുന്നു. ആലോചിച്ചു നോക്കണേ, സ്വതക്ക മുടക്കാതെ ഇത് എല്ലാ റമദാനിക്കും കൊടുക്കാറുള്ളത്, ഇത് മുടങ്ങണ്ടാന്നോർത്തിട്ട എന്താണെന്ന് ആലോചിച്ചു നോക്കണേ. അതൊരു തൗഫീഖാ. ഹുനൈൻ യുദ്ധത്തിന്റെ ഫണ്ട് ശേഖരിക്കുമ്പോഴാണ് മഹാനായ ഹബീബായ നബി തങ്ങൾ
സ്വഹാബികളോട് പറഞ്ഞു ഫണ്ട് വേണം. ഓരോരുത്തർ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് മാറി നിന്ന് ചിരിച്ചത്. ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയും, ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കഴിയില്ല. കാരണം റസൂലുള്ളാഹി ആവശ്യപ്പെട്ട സംഖ്യ മുഴുവനും കൊടുക്കാൻ എൻ്റെ കയ്യിൽ, ഞാൻ ഒറ്റക്ക് വിചാരിച്ചാൽ എൻ്റെ കയ്യിലുള്ളതിന്റെ പകുതി മതി അത് മുഴുവനും കൊടുക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സ്വഹാബികൾ പലതും കൊണ്ടുവരുമ്പോൾ ഉമർ കൊണ്ടുവന്ന് വെച്ചത് റസൂലുള്ളാഹിയുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് ദുആ എന്നാലും ഒന്ന് മാറി മാറി നോക്കുന്നുണ്ട്, ഒന്ന് പാളി നോക്കുന്നുണ്ട്. ഇനിയും ഒരു പ്രതീക്ഷ, ഇത് ക്ലോസ് ചെയ്യാനായില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകലേന്ന് പാഞ്ഞു വരികയാണ്. നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, എന്റെ കയ്യിലുള്ള മുഴുവനും ഞാൻ കൊണ്ടുവരുന്നു നബിയേ. അബൂബക്കർ, അങ്ങയുടെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാ. എന്താണ് കൊണ്ടുവന്നതെന്നറിയുമോ? വക്ക് പൊട്ടിയ ഒരു ചട്ടിയും കീറി തുന്നം പാടിയ ഒരു പുതപ്പും. ഇത് ഈ സദസ്സിൽ ലേലം ചെയ്താൽ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് എന്റെ കയ്യിൽ തരാനുള്ളത് നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഏറ്റവും വലിയ സദഖ അതാണെന്ന് ഖാല റസൂലുള്ളാഹി. അതൊരു തൗഫീഖാ, ഉള്ളിൽ തോന്നിയാൽ മതി. അല്പമാണ് കൊടുത്തതെങ്കിൽ പോലും അതാണ് അവിടെ നിന്ന് പറഞ്ഞത്. എന്റെ സ്വഹാബികളെ നിങ്ങൾ കുറച്ച് കാണല്ലേ. ലാ തസുബ്ബൂ സ്വഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചെറുതായി കാണല്ലേ. സ്വഹീഹ് മുസ്ലിം. വലൗ അന്ന അഹദകും അൻഫഖൂ മിസ്ല ഉഹദ്, ഉഹദ് മലയോളം സ്വർണ്ണ കൂമ്പാരങ്ങൾ നിങ്ങൾ സദഖ ചെയ്താൽ, ഉഹദ് മലയോളം വരുന്ന സ്വർണ്ണ കൂമ്പാരങ്ങൾ നിങ്ങൾ സദഖ ചെയ്താൽ എന്റെ സ്വഹാബി കൊടുത്തതിനോളം എത്തൂല. വലാ നസീഫഹു, എന്റെ സ്വഹാബി കൊടുത്തതിന്റെ പകുതിയോളം എത്തൂല. എന്റെ സ്വഹാബി കൊടുത്തത് രണ്ട് കൈയിങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു വാളൻ, ഒരു കോരൽ ഗോതമ്പ, അതുപോലും പ്രതിഫലം കൊണ്ട് മുൻകടന്നതിനോട് നിങ്ങളുടെ ഒരു സ്വർണ്ണ കൂമ്പാരം, ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണ്ണ കൂമ്പാരത്തിന്റെ സ്വദഖ എത്തൂല. വലാ നസീഫഹു, സ്വഹാബി കൊടുത്തത് ഇങ്ങനെ കൊടുത്തതോളം എത്തൂല, ഇങ്ങനെ കൊടുത്തോളം എത്തൂല. ഇതിന്റെ പകുതിയോളം, ഇങ്ങനെ കൊടുത്തതിന്റെ പകുതിയാണല്ലോ ഇങ്ങനെ കൊടുത്തത്. എന്റെ കയ്യിൽ നോക്ക്, ഇങ്ങനെ കൊടുത്തതിന്റെ പകുതിയാണെന്ത്, ഇങ്ങനെ കൊടുത്തു, അത്ര കൊടുത്തൂല. ഉഹദ് മലയോളം സ്വദഖ ചെയ്ത ഈ ഇസ്തിഗ്ഫാർ ചെയ്യാന്ന് പറഞ്ഞ അതൊരു തൗഫീഖാ, അതൊരു തൗഫീഖാ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖ്. അതിനു വേണ്ടി റസൂൽ ആര് ഈ 100 വട്ടം എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടം മുടങ്ങാത്ത നബി അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഇബ്നു മാജ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു റസൂലുള്ളാഹി ദുആരുന്നേ അത് മുടക്കട്ടെ അല്ലാഹ്. കേട്ടോളൂ ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ അല്ലാഹുമ്മ ജഅൽനി മിനൽ ലദീന ഇദാ അഹ്സനു ഇസ്തബ്ശറൂ. അല്ലാഹുവേ, എന്നെ നീ ചേർക്കണേ, ജനങ്ങളിൽ കുറെ നല്ല ആളുകളുണ്ട്, അവരുടെ കൂടെ എന്നെ നീ ചേർക്കണേ എന്ന് ഖാല റസൂലുള്ളാഹി. ആ ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇദാ അഹ്സനു, അവരൊരു നല്ല കാര്യം ചെയ്താൽ, അഹ്സനു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്ത കാര്യം കൂലി ഉറപ്പുള്ള കാര്യാ. ഇഹ്സാൻ അൽ ഇഖ്ലാസു ഫിൽ ഇബാദ ഫിൽ അമൽ, ഇഖ്ലാസോട് കൂടി ചെയ്തതാണിത്. അല്ലാഹ് കബൂലാക്കുന്ന കാര്യം ചെയ്താൽ അല്ലാഹ് കബൂലാക്കുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവാറുണ്ട്. ഒരാളും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല, ഞാൻ ആ കൊടുത്തത് ഒരു പബ്ലിസിറ്റി അല്ല, അത് സ്വീകരിച്ചവന് എന്നോടൊരു ബഹുമാനം തോന്നണം എന്നതുമില്ല. നന്മയുടെ ഹരിതാപകാലത്തേക്ക് പിച്ചവെച്ച ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കാണാനുണ്ട്. ചില ജീവിതങ്ങൾ നമുക്ക് പാഠമാ, ചില ജീവിതങ്ങൾ നമുക്ക് പാഠമാ.
അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ അവരെ നിന്റെ പരലോകത്ത് നീ പരിഗണിക്കണേ അല്ലാ. നിന്റെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കൽ വേണമല്ലാ. അല്ലാഹുവേ നിന്റെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കൽ വേണമല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുത്ത് സ്വർഗമുറപ്പ് വരുത്തുമ്പോ സാധുക്കളായ ഞങ്ങളെ നിന്റെ നരകമോചിതരിൽ ചേർക്കണേ അല്ലാ. ആലോചിച്ചു നോക്കണം, ഹബീബായ നബിയുടെ ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കബൂലായി എന്ന് മനസ്സാക്ഷി പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ആത്മീയമായി ഉയരാൻ കഴിഞ്ഞ മഹത്തുക്കളിൽ റബ്ബേ എന്നെ നീ ചേർക്കണേ. അല്ലാഹുമ്മ ജഅൽനീ മിനൽ നദീന ഇദാ അഹ്സനൂ ഇസ്തബ്ശറൂ. ആ ആലോചനയിൽ മനോമുഖരം തിങ്ങി നിൽക്കുമ്പോൾ ചുണ്ടിൽ വിടരുന്ന ഒരു പുഞ്ചിരിയുണ്ട്, ആ സന്തോഷത്തിൽ അടർന്നു വീഴുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിഞ്ഞ സുഹൃത ബാന്ധവത്തിലേക്ക് എന്റെ ജീവിതത്തെ നീ ചേർക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വഇദാ അസാഉ, അബദ്ധം പിണഞ്ഞാൽ അല്ലാഹുവേ അതിന്റെ പേരിൽ ഇസ്തഗ്ഫറു, ഖേദപ്രകടനം നിന്റെ മുന്നിൽ ആത്മാർത്ഥതയുടെ അശ്രുക്കൾ പൊഴിഞ്ഞു വീഴുന്ന തൗബയായി, പശ്ചാത്താപമായി മഗ്ഫിറത്തിലേക്ക് മനസ്സ് തുടിക്കുന്നവരിൽ അല്ലാഹുവേ നീ എന്നെ ചേർക്കണേ എന്ന് ദുആ ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനേ മുജ്തബ ഹബീബേ മുർത്തദ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ പ്രാർത്ഥനയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. ഇബ്നു മാജ തങ്ങൾ അവിടുത്തെ സുനനിൽ ഇത് രേഖപ്പെടുത്തി. അപ്പോൾ പശ്ചാത്താപത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും മഹാന്മാർ പറയുന്നു അതിനു വേണ്ടി ആർത്തി വെക്കുകയും ചെയ്യാ എന്നത് പരലോക മോക്ഷത്തിനുള്ള ഒരു പ്രധാനമായ കാര്യമാണ്. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാ. പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തണേ അല്ലാ. നീ പൊറുക്കാത്ത തെറ്റിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ നോമ്പ് തുറയിലും മറ്റുമായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് അല്ലാ, പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ നിന്റെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ സാധുവായ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഭക്ഷണം നൽകുന്ന ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. ആ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ. ഒരാളുടെയെങ്കിലും ഒരു വറ്റ ആഹാരമോ ഒരിറക്ക് വെള്ളമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, കുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സുള്ള കാലത്തോളം ആർക്കൊക്കെ വേണ്ടി എന്തെല്ലാം നന്മകൾക്ക് ഞങ്ങൾ ദുആരക്കുന്നുവോ ആ ദുആകളിലൊക്കെ ഞങ്ങൾക്ക് അന്നം തന്നവരെയും നീ ചേർക്കണേ അല്ലാ. കടപ്പാടുണ്ട് റബ്ബേ, കടപ്പാടുണ്ട് അല്ലാ.
അല്ലാഹുവേ സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി ഞങ്ങൾക്ക് തന്ന് സന്തോഷിപ്പിച്ചവരിൽ അല്ലാഹുവേ നിന്റെ സ്നേഹത്തിന്റെ പുഞ്ചിരി കണ്ടവരെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ദീർഘായുസ് നിന്റെ മാർഗത്തിൽ ആഫിയത്തോടെ സന്തോഷത്തോടെ ഇസ്സത്തോടെ തരണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.